ഒരുപാട് ഓപ്ഷൻ. യാത്ര, അതെനിക്ക് ഭയങ്കര പെട്ടെന്ന് കത്തി പോവാം. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കായിരുന്നു ആ സമയത്ത്. പുസ്തകങ്ങളും കുറെ ഡ്രസ്സൊക്കെ വീടിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ഞാൻ നോക്കിയിട്ട് പൈസ മാത്രം എൻ്റെ കയ്യിലില്ല. അത് ഞാൻ വേഗം ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബേക്കറി ആൻഡ് കൂൾ ബാർ, ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ഷോപ്പ്. അവിടുത്തെ നാസറിനോട് ഞാൻ പറഞ്ഞു, നാസറെ പിന്നെ ഒരു 500 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് എന്ന്. 500 മതിയോ? ആ മതി. കാരണം ഞാൻ ഇനിയിപ്പോ 1 ലക്ഷം ചോദിച്ചാലും തരും, കാരണം ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ലവനായ ഉണ്ണിയാണ് ഞാൻ. അപ്പോ നാസർ 500 രൂപ തന്നു. ആ 500 റുപ്യ കൈ പിടിച്ച് എങ്ങനെ വരിക? ഇത് ഈ 500 റുപ്യക്ക് ഞാൻ എന്താ ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകും, എവിടെ എത്തും റബ്ബേ ഈ പൈസ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്ത് എൻ്റെ വീടിന്റെ തൊട്ട അയൽക്കാരനാണ് റഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനാണ്. ആരോടെങ്കിലും എനിക്ക് സംസാരിക്കാനും കളിക്കാനും കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് റഫീഖുമായിട്ടായിരുന്നു. അപ്പൊ റഫീഖിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓ റഫീഖെ, എന്നെ കണ്ട് നന്നായി, പിന്നെ ഞാൻ പോവാ എന്ന് ഞാൻ പറഞ്ഞു. എങ്ങോട്ട്? ഞാൻ നാട് വിട്ട് പോവാടാ. എന്താ കാര്യം എന്താ? ഞാൻ പറഞ്ഞു, കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ദയവ് ചെയ്ത് ആരോട് പറയരുത്, ആരോടെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട്, എന്നോട് പറഞ്ഞ് നന്നായി, ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ റഫീഖ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നാല് ഞാനും വരട്ടെ എൻ്റെ കൂടെ എന്ന് വെച്ചു. റഫീഖ് എനിക്ക് എന്തിന്റെ കേടാ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാനും വരും എൻ്റെ കൂടെ. ഞാൻ റഫീഖ് സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് കെമിസ്ട്രി റെക്കോർഡ് കീറി